ഗവർണർ അധികാരിയല്ല എന്ന തലക്കെട്ടിൽ ഇന്നലെ സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ വിധിയായിരുന്നു. കേരളം മാത്രമല്ല, തമിഴ്നാടിൽ മാത്രമല്ല. തമിഴ്നാടിന്റെ കാര്യത്തിലാണ് വിധിയെങ്കിലും അത് കേരളത്തിന് ബാധകമാകും, പഞ്ചാബിന് ബാധകമാകും, വെസ്റ്റ് ബംഗാളിന് ബാധകമാകും, തെലങ്കാനയ്ക്ക് ബാധകമാകും. ഈ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും NDA ഇതര ഭരണം ഉണ്ടായിരുന്നത്. ഈ സ്ഥലങ്ങളിലായിരുന്നു ഗവർണർമാർ അതിനെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായി ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള തങ്ങളുടെ അധികാരം ഉപയോഗിച്ചത്. ആർട്ടിക്കിൾ 200 പ്രകാരം അസൂണസ് ബേബി എന്ന് പറയുന്നത്, അതായത് നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് ഗവർണറുടെ പക്കലേക്ക് എത്തിയാൽ 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഗവർണർ ആ ബില്ല് തിരിച്ച് നിയമസഭയിലേക്ക് അയക്കാം വിയോജിപ്പോടുകൂടി. പക്ഷേ അത് എത്ര കാലത്ത് കഴിഞ്ഞതിന് ശേഷം അയക്കണം, അതിനൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം എന്നുള്ളതാണ്. മൂന്നാമതായി ഗവർണർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി കാലങ്ങളോളം ഒപ്പിടാതെ കൈവച്ചുകൊണ്ടിരിക്കും. കാര്യം ആർട്ടിക്കിൾ 200 അസൂണസ് മേ ബി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഗവർണർ തീരുമാനിക്കും ഈ സൂൺ എപ്പോഴാണ്. അതാണ് ആ കാര്യത്തിലാണ് ഇതിനകത്ത് വ്യക്തത വന്നിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ ഈ ബില്ലുകൾ തിരിച്ചയക്കുകയോ പാസ്സാക്കുകയോ ചെയ്യണം. കോടതി പറയേണ്ടി വന്നു. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിട്ട് മാറുന്നു. മാത്രമല്ല, ഒറ്റയടിക്ക് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്ന ഭരണഘടനയുടെ അവകാശം ഉപയോഗിച്ച് സുപ്രീം കോടതി ഉത്തരവിട്ടു. എന്താണ്? തമിഴ്നാട് ഈ ഗവർണർ പിടിച്ചു വെച്ച 10 ബില്ലുകളും നിയമമായി മാറി. ഗവർണറുടെ ഒപ്പില്ലാതെ. അങ്ങനെ കൂടുതൽ കളിച്ചാൽ ഗവർണറുടെ ഒപ്പ് വേണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.